പെണ്ണ് ഒരു വൈദ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ജീവിതത്തിലെല്ലാം ഉണ്ട്, പക്ഷെ സുഖം മാത്രമില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്കതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. വൈദ്യൻ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? അപ്പൊ വൈദ്യനോട് ഇവൾ സ്വകാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം, 75 വയസ്സുവരെ ജീവിച്ചല്ലോ ഈ തള്ള, അതുകൊണ്ട് മെല്ലെ ഒന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി തന്നാൽ മതി. അതിന്റെ പണി എന്താണോ നിങ്ങൾ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. വൈദ്യൻ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യനെ കൊല്ലുന്ന പണി ഞാൻ ഏതായാലും ചെയ്യില്ല, ആളുകളെ ജീവിപ്പിക്കലാണ് എന്റെ ധർമ്മം. ഈ പെണ്ണ് ആണയിട്ട് പറഞ്ഞപ്പോ വൈദ്യൻ 90 കുഞ്ഞു പാക്കറ്റ് പൊടി കൊടുക്കുക ഇവളുടെ കയ്യിൽ. നമ്മുടെ ഹോമിയോ ഡോക്ടർമാർ കൊടുക്കുന്ന പോലത്തെ പൊടി ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എല്ലാ ദിവസവും ചായക്ക് കൂടെ കലക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇത് നെഗറ്റീവായിട്ടാണ് തുടങ്ങിയത് ഈ കഥ, പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ ഞാൻ ഈ കഥ ഇവിടെ പറയില്ല. 90ാമത്തെ ദിവസം നിന്നെ ഏറ്റവും ശല്യം ചെയ്യുന്ന ഈ സ്ത്രീ ഭൂമുഖത്ത് നിന്നും എല്ലാം ഇല്ലാതെ ആയിക്കോളും, ആരും അറിയാതെ. പെണ്ണിന് വലിയ സന്തോഷമായി, ഉത്സാഹത്തോടുകൂടി രാവിലെ എണീറ്റ് വൈകുന്നേരം ചായ ഉണ്ടാക്കുമ്പോൾ ചായയിൽ ഓരോ നുള്ള് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. 10-30 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണിന് തോന്നി, ഇനി ആകെ 60 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഉമ്മാക്ക് കൊടുക്കാവുന്ന അവസാനത്തെ നന്മകൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചായ മേശപ്പുറത്ത് വെക്കുന്നത് കയ്യിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോ ചായ കയ്യിൽ കൊണ്ടുകൊടുക്കുക മാത്രമല്ല, ഒരു വർത്താനവും പറഞ്ഞാൻ തുടങ്ങി. ഉമ്മ, ചായക്ക് മധുരം കുറവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ കയറിയിട്ട് മര്യാദക്ക് ഉമ്മ എന്ന് വിളിച്ചത്. അപ്പൊ ഉമ്മ തിരിച്ചിങ്ങോട്ട്, മോളെ നല്ല ചായയാണല്ലോ, കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോ ഇനി 30 ദിവസമല്ലേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുന്ന ഉമ്മാന്റെ അടുത്ത് ഓരം ചേർന്നിരിക്കാൻ തുടങ്ങി ഈ പെണ്ണ്. ഉമ്മ ഇവളുടെ തോളിൽ തലോടാൻ തുടങ്ങി. 80 ദിവസം കഴിഞ്ഞു. അവസാനത്തെ 10 ദിവസത്തിലെ ഏറ്റവും ഊഷ്മളമായ സന്തോഷം എന്നുള്ള നിലക്ക് ഈ പെണ്ണ് ഇനി അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചായ ചുണ്ടിൽ കൊടുക്കുകയും ഉമ്മയുടെ കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 85 ദിവസം കഴിഞ്ഞപ്പോ ഈ ചായ തരുന്ന പെണ്ണിന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ എനിക്ക് പറക്കാതെ പോയ മോളാ, എന്റെ മോളെക്കാളും നല്ല മോളാ നീ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോ, നിനക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കഴിച്ചോ, നിന്റെ പൈസ ഇതാണ്, നിനക്ക് ഇഷ്ടം പോലെ ചെലവാക്കിക്കോ, നിന്റെ ഭർത്താവിനെ നീ വിളിക്കുകയോ കൊഞ്ചോ എന്തോ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. 85 ദിവസം കഴിഞ്ഞപ്പോ വീട്ടിലെ രംഗം മാറി ആകെ. ഈ ഉമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മയായി. ഇവൾക്ക് തോന്നി, പഠിച്ചോനെ 5 ദിവസം കഴിയുമ്പോൾ ഉമ്മ മരിച്ചുവല്ലോ, ഇങ്ങനെ ഒരു ഉമ്മ എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് വൈദ്യന്റെ അടുത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, ഈ ഉമ്മ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉമ്മയായിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഉമ്മാനെ തിരിച്ചു തരണം, ഇനി മരുന്നൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. വൈദ്യൻ പറഞ്ഞു, 85 ദിവസം മരുന്ന് കൊടുത്തിട്ട് ഇനി തിരിച്ചു കിട്ടൂല. ആണയിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാ ഇനി 5 ദിവസം കൊടുക്കണ്ട, പുതിയ മരുന്ന് ഞാൻ തരാം, അത് കൊണ്ടുപോയിട്ട് കൊടുത്തു നോക്ക്, ചിലപ്പോ രക്ഷപ്പെടും എന്റെ പ്രാർത്ഥന പോലെ എന്ന് പറഞ്ഞു. ഈ പെണ്ണ് മരുന്നും വേറെ പൊടി കൊടുക്കുന്നു. എന്നിട്ട് രാവിലെ തഹജ്ജുദിന് എണീറ്റിട്ട് ഉമ്മാനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ എന്റെ ഉമ്മ, ഭർത്താവിന്റെ ഉമ്മാക്ക് ആയുസ് കൊടുക്കണേ, മരിച്ചു പോലെ വേഗമൊന്നും കുറെ കാലം ജീവിക്കണേ. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോ ഭാഗ്യത്തിന് സന്തോഷമുണ്ടായി, പൂനിലാവ് പോലെ ഉമ്മ മരിച്ചില്ല. വീട്ടിലെ ഈ അന്തരീക്ഷം നിലനിന്നു. ഊഷ്മളമായ ജീവിതം, വലിയ സന്തോഷം, നല്ല കൊടുക്കൽ വാങ്ങൽ, നല്ല ആശയവിനിമയം. അപ്പോ വൈദ്യന്റെ അടുത്ത് പോയി. 90 ദിവസവും കഴിഞ്ഞു, അടുത്ത 90ഉം കഴിഞ്ഞു. വൈദ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഉമ്മ മരിച്ചിട്ടുമില്ല എന്ന പെരുമാറ്റം നന്നാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോ വൈദ്യൻ പറഞ്ഞു, എങ്ങനെ നന്നായി? നിങ്ങളെ പൊടി തിന്നിട്ടൊന്നുമല്ല, എന്റെ വീട്ടിൽ നീ വന്നപ്പോ തന്നെ, എന്നെ കാണാൻ വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു പ്രശ്നം ഉമ്മാന്റെതല്ല, നിന്റെതാ. 30ാമത്തെ ദിവസം നീ കുറച്ചൊന്ന് മാറി ഉമ്മാന്നൊന്ന് വിളിച്ചു തുടങ്ങിയപ്പോ മോളെ എന്നുള്ള വിളി ഇങ്ങോട്ട് കിട്ടിയില്ലേ? 40ാമത്തെ ദിവസം ചായ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ ഇങ്ങോട്ടൊരു സ്പർശനം കിട്ടിയില്ലേ? 80ാമത്തെ ദിവസം അടുത്തുപോയിരുന്നപ്പോ ഉമ്മ തോളിൽ കൈയിട്ടില്ലേ? നിനക്ക് ചുംബനം തന്നിട്ടില്ലേ? നീ അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചപ്പോ നിന്റെ ഉമ്മ ഇങ്ങോട്ടും തന്നു. അതുകൊണ്ട്